ഓക്ക് വയറ് വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്. ഡോക്ടർ, എന്നെ കൊണ്ട് തീരെ കഴിയുന്നില്ല ഡോക്ടർ. എടോ, പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ യെസ്, എന്താണ്? ഡോക്ടർ, ഓളെ ഡെലിവറി ഡേറ്റ് ഈ മാസമല്ല, അടുത്ത മാസമാണ്. എന്ത് ഇത്ര പെട്ടെന്ന് അവൾക്ക് വേദന വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? 1 മിനിറ്റ്. ഗൗതം. യെസ് ഡോക്ടർ. പോയിട്ട് ഈ കുട്ടിയുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ ഡോക്ടർ. ഗൗതമിന്റെ കൂടെ പോയിക്കോളൂ ട്ടോ. ആയിക്കോട്ടെ ഡോക്ടർ. ഡോക്ടർ എടോ, പേടിക്കാനൊന്നുമില്ല. പിന്നെന്താ ഡോക്ടർ, ഓക്ക് 1 മാസം മുന്നേ വേദന വന്നിക്കണേ. എടോ, കദീസിന്റെ വയറ്റിൽ 2 കുട്ടികളില്ലേ? അതുകൊണ്ട് താൻ ഇങ്ങനെ ടെൻഷൻ ആവലടോ. താൻ ഇങ്ങനെ ബേജാറായാൽ എങ്ങനെയാ? തന്റെ ഭാര്യയ്ക്ക് താനല്ലേ ധൈര്യം കൊടുക്കേണ്ടത്? എന്നാലും ഡോക്ടറെ, എന്നെ കൊണ്ട് പറ്റണില്ല. എന്റെ ഭാര്യക്കുണ്ട് കുട്ടിക്ക് ഒരാപത്തല്ലാതെ അങ്ങോട്ട് കിട്ടിയാ മതിയോ? എടോ, ഒന്നും സംഭവിക്കില്ല. താൻ ദൈവത്തിനോട് പ്രാർത്ഥിക്ക്. ഡോക്ടർ, എന്തായി? വെയിറ്റ് കുറച്ച് കൂടുതലാ ഡോക്ടർ. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെയാ സംഭവം. ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടോ, ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഡോക്ടർ, എന്ന് വെച്ചാ ഇന്ന് തന്നെ തന്റെ ഡെലിവറി നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെന്താ ഡോക്ടർ അങ്ങനെ? ഇയാളെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂടി വരാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം. ആണോ ഡോക്ടർ? അതെ, ഇനി കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടക്കുന്നത് ആപത്താണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം. എടോ, കുറച്ച് പേപ്പറിലൊക്കെ സൈൻ ചെയ്യാനുണ്ട് കേട്ടോ. അതെന്തിനാ ഡോക്ടർ? കദീസക്ക് ഈ സാഹചര്യത്തിൽ നോർമൽ ഡെലിവറി സാധ്യമല്ല. ഓപ്പറേഷൻ ചെയ്യാനേ പറ്റൂ. അതുകൊണ്ട് താൻ ചില പേപ്പറുകളിൽ സൈൻ ചെയ്യണം. ഓക്കെ? ഓക്കെ ഡോക്ടർ. ഗൗതം, ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി ഡോക്ടർ. പഠിച്ചോനെ, കാത്തുരക്ഷിക്കണേ. കദീസക്കോ എന്റെ 2 മക്കൾക്കോ ഒരാപത്തല്ലാത്ത അങ്ങോട്ടേക്ക് തരണേ. ഡോക്ടർ, രാവിലെ മുതൽ വയറുവേദന എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഈ കുട്ടിയുടെ ഡെലിവറി ഡേറ്റ് എടുത്തിട്ടുണ്ട്. ഗൗതം, ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകൂ. ശരി ഡോക്ടർ. ഡോക്ടർ, എന്റെ അശ്വതി എനിക്ക് തിരിച്ചു വേണം. താൻ വിഷമിക്കാതിരിക്കടോ, ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കാം. ഡോക്ടർ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എന്താടോ? എനിക്ക് കുഞ്ഞിനേക്കാ വലുത് എന്റെ അശ്വതി തന്നെയാ. അത് ഞങ്ങൾക്ക് അറിയാടോ. ഡോക്ടർ, എന്റെ അശ്വതിക്ക് ഒരാപത്ത് സംഭവിക്കരുത്. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. എടോ, ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കും. താൻ വിഷമിക്കാതിരിക്കെ, കൂളായിട്ടിരിക്കെ. ഡോക്ടർ, എത്ര കൂളാൻ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. താൻ പാതി ദൈവം പാതി എന്നല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്രയും ശ്രമിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഈശ്വരനോട് പറയടോ. നിങ്ങളുടെ ഭാര്യ കദീസ പ്രസവിച്ചു. ഡോക്ടർ, എന്ത് കുട്ടികളാ? 2 പെൺകുട്ടികളാടോ. പഠിച്ചോനെ, എന്റെ കദീസിന്റെ ആഗ്രഹം പോലെ തന്നെ ആയല്ലോ. പഠിച്ചോനെ, അള്ളാഹ്ക്ക് സ്തുതി. ഡോക്ടർ, അശ്വതിയുടെ കാര്യം എന്തായി? ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാടോ. പറയാനൊന്നും ആയിട്ടില്ല. ഡോക്ടർ, എന്താടോ? ഡോക്ടർ, അശ്വതി പ്രസവിച്ചു. ആണോ? അതെ ഡോക്ടർ, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? എന്റെ അശ്വതിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അശ്വതിക്കല്ല, തന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ലടോ. ഈശ്വരാ. ഡോക്ടർ, അശ്വതി ബഹളമുണ്ടാക്കുന്നു. കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിക്കടോ, ഞാൻ വരാം. മിസ്റ്റർ ബീരാൻ. എന്താ ഡോക്ടർ? നിങ്ങൾക്ക് ഇവരെ ഒന്ന് സഹായിച്ചൂടെ? ഇവരെയോ? എങ്ങനെ സഹായിക്കാൻ? തനിക്ക് 2 കുഞ്ഞുങ്ങളില്ലേ, ഒരു കുഞ്ഞിനെ ഇവർക്ക് കൊടുത്തുവിടോ. ഡോക്ടർ, താൻ ആരാന്ന് പോലും എനിക്കറിയില്ല. ഈ സന്ദർഭത്തിൽ എന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ താന്. ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കുഞ്ഞിന് ഞങ്ങൾക്ക് തന്നോടോ. നിങ്ങൾക്ക് ഇത് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വേദന തനിക്ക് നല്ല പോലെ അറിയാലോ. അതുകൊണ്ട് ആറ്റുനോറ്റ് ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞ് മരിക്കുമ്പോഴുള്ള അവസ്ഥ താനൊന്ന് ഓർത്തു നോക്കിക്കേ. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ അവർക്ക് കൊടുക്കാനാണോ ഡോക്ടർ പറഞ്ഞു വരുന്നേ? അത് താൻ ഇവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യ പ്രവൃത്തിയായിരിക്കും. എടോ, തനിക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം. എന്നെ രക്ഷിക്കാമോ? നോ, എന്നെ കൊണ്ട് പറ്റില്ല. എടോ, തന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കും. എന്റെ എല്ലാം ഞാൻ നിനക്ക് തരാം. പ്ലീസ്, എനിക്ക് ഈ ഒരു കുഞ്ഞിനെ എനിക്ക് തരണം പ്ലീസ്. അതേടോ, 2 കുഞ്ഞുങ്ങളില്ലേ, ഒരു കുഞ്ഞിനെ ഇവർക്ക് കൊടുത്തേക്ക്. ഡോക്ടർ, നിങ്ങൾ ഒരു ഡോക്ടറാണോ? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടെന്ന് താൻ തീരുമാനിക്കേ. ഡോക്ടറെ, എന്റെ ഭാര്യ ഇരട്ട കുട്ടികളാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷത്തിൽ നടക്കായിരുന്നു. അവളോട് ഞാൻ എങ്ങനെയാ ഇത് പറയാ? എടോ, അവളോട് പറഞ്ഞേക്ക് ഒരു കുഞ്ഞ് മരിച്ചു പോയെന്ന്. പ്ലീസ് എടോ, എന്നെ രക്ഷിച്ചൂടെ?
മിസ്റ്റർ ബീരാൻ, താൻ ഇതുവരെ ബില്ല് അടച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ഡോക്ടർ, ബില്ലെല്ലാം ഞാൻ അടിച്ചോളാം. ഇയാൾക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ കൊടുത്തോളാം. എടോ, ഒരു കുഞ്ഞിനെ എനിക്ക് തന്നോടേടോ. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബറായ ഫിദ ഫാത്തിമയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഫിദ ഫാത്തിമ. എല്ലാ കൂട്ടുകാരും നമ്മളെ ഫിദ ഫാത്തിമനെ ഒന്ന് വിഷ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയേക്കല്ലേ കൂട്ടുകാരെ. കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമായിട്ട് നമ്മൾ ഇതുവരെ എത്തിയത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി ഒത്തിരി നന്ദി പറയാട്ടോ. ബൈ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ.